നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അർജൻറ്റീന ഇംഗ്ലണ്ടിനെ 90 മിനിറ്റിനുള്ളിൽ പരാജയപ്പെടുത്തിയല്ലോ. 2-1 പരാജയപ്പെടുത്തിയത്. 36 കൊല്ലത്തിന് ശേഷമാണ് ഇത്തരമൊരു വിജയം അർജൻറ്റീന നേടുന്നത്. വാവ്, എന്താണത് കാര്യം? അതായത് ലോക ചാമ്പ്യന്മാരായ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയ ഒരു ടീമിനെ അർജൻറ്റീന വേൾഡ് കപ്പിൽ 90 മിനിറ്റിനുള്ളിൽ പരാജയപ്പെടുത്തുന്നത് 36 വർഷങ്ങൾക്ക് ശേഷം ആദ്യമാണ്. എന്താണത് സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇതിന് മുമ്പ് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല പറയുന്നത്, 90 മിനിറ്റിനുള്ളിൽ തോൽപ്പിക്കുക. ഏറ്റവും ഒടുവിൽ ഇത് സംഭവിച്ചിട്ടുള്ളത് 1990 ബ്രസീലിനെതിരെ ആ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 1-0 അർജൻറ്റീന ജയിച്ചിരുന്നു. ക്ലോഡിയോ കനീജിയയുടെ ഗോളാണ് അന്ന് വിജയത്തിലേക്ക് അർജൻറ്റീനയെ കൊണ്ടുപോയത്. അതിനുശേഷം വേൾഡ് കപ്പിൽ എപ്പോഴൊക്കെ ഒരു ലോക ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും വേൾഡ് കപ്പ് എടുത്ത ടീമിനെതിരെ കളിച്ചപ്പോഴൊന്നും അർജൻറ്റീനക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. 90 മിനിറ്റിൽ ഷൂട്ടൗട്ടിലേക്ക് പോവുകയും അങ്ങനെ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിലേക്ക് പോയി തോറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് കണക്ക്. അപ്പോൾ ആ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിനെതിരെ ആ വിജയം, അതിനുശേഷം സംഭവിച്ചത് ആ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ 1990 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇറ്റലിക്കെതിരെ അർജൻറ്റീന കളിച്ചു. 1-1 സമനിലയായിരുന്നു സെമി ഫൈനലിൽ. പിന്നെ ഷൂട്ടൗട്ടിൽ അർജൻറ്റീന വിജയിച്ചു, ഫൈനലിലേക്ക് കടന്നു. പക്ഷെ അപ്പോഴും 90 മിനിറ്റിൽ ജയിക്കാൻ പറ്റിയില്ല. പിന്നെ 1990 വേൾഡ് കപ്പ് ഫൈനൽ ജർമ്മനിയോട് അർജൻറ്റീന പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ ഫൈനലിൽ അന്ന് 1-0 അർജൻറ്റീന പരാജയപ്പെട്ടു. അതിനുശേഷം ഒരു ലോക ചാമ്പ്യൻ ടീമിനെതിരെ പിന്നീട് അർജൻറ്റീന കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 1998 വേൾഡ് കപ്പിലാണ്. അത് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു മത്സരം 2-2 സമനിലയാണ് റൗണ്ട് ഓഫ് 16. പക്ഷേ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജൻറ്റീന വിജയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവിടെയും 90 മിനിറ്റിൽ കളി ജയിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു വേൾഡ് ചാമ്പ്യനെതിരെ അർജൻറ്റീന വേൾഡ് കപ്പിൽ കളിക്കുന്നത് 2002 ഇംഗ്ലണ്ടിനെതിരെ 1-0 തോൽക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പുറത്താവാനുള്ള ഒരു വഴി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2006 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൽ ജർമ്മനിയോട് 1-1 സമനില, ഷൂട്ടൗട്ടിൽ ജർമ്മനിയോട് തോറ്റ് അർജൻറ്റീന പുറത്തായി. അതിനുശേഷം സംഭവിക്കുന്നത് 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇതേ ജർമ്മനിയോട് അർജൻറ്റീന 4-0 തോറ്റ് പുറത്തായി. അന്ന് മറഡോണയാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. പിന്നെ 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലാണ് അർജൻറ്റീന ഒരു വേൾഡ് ചാമ്പ്യനെ നേരിടുന്നത്. അതും ജർമ്മനിയെ തന്നെയായിരുന്നു. ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ 1-0 അർജൻറ്റീന തോറ്റ് കിരീടം നഷ്ടമാവുകയായിരുന്നു. അതിനുശേഷം അർജൻറ്റീന ഒരു ലോക ചാമ്പ്യനെ നേരിടുന്നത് 2018 വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 അന്ന് ഫ്രാൻസിനോട് 3-4 തോറ്റ് അർജൻറ്റീന പുറത്തായി. അതിനുശേഷം അർജൻറ്റീന ഒരു ലോക ചാമ്പ്യൻ ടീമിനെ നേരിടുന്നത് 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലാണ്. ആ ഫൈനലിൽ തീരുമാനമായത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടൊരു ലോക ചാമ്പ്യൻ ടീമിനെ 1966 ലോക ചാമ്പ്യന്മാരാണ് ഇംഗ്ലണ്ട്, അവരെ നേരിടുന്നത് ഈ സെമി ഫൈനലിലായിരുന്നു. ഈ സെമി ഫൈനലിൽ എക്സ്ട്രാ ടൈമിലേക്ക് ഒന്നും പോവേണ്ടി വന്നില്ല. അർജൻറ്റീന 2-1 വിജയിച്ച് കയറി. 1990 ബ്രസീലിനെ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഏകപക്ഷീയമായ ഒരു ഗോളുകൾക്ക് 90 മിനിറ്റിനുള്ളിൽ പരാജയപ്പെടുത്തിയതിന് ശേഷം ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ലോക ചാമ്പ്യനായിട്ടുള്ളൊരു ടീമിനെ ആദ്യമായിട്ടാണ് അർജൻറ്റീന 90 മിനിറ്റിൽ വീഴ്ത്തുന്നത്. വാവ്, ലിയോ മെസ്സിയും സംഘവും എല്ലാ പ്രശ്നങ്ങളും തിരുത്തി കുറിക്കുന്ന കാഴ്ച. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.